Hi students, last day we have stopped over here the magnification of spherical mirrors, right? Okay, what was magnification? From the word itself, magnification means how much our image is magnified. എത്രയാണ് നമ്മളുടെ ഒബ്ജക്റ്റിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇമേജ് മാഗ്നിഫൈഡ് ആയേക്കുന്നത് അല്ലെങ്കിൽ വലുതായേക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? നമ്മുടെ ബോർഡിലുണ്ട് മാഗ്നിഫിക്കേഷനും അതേപോലെ മിറർ ഫോർമുലയും. സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ മിറർ ഫോർമുല സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കതിൻ്റെ ബേസിസിൽ ന്യൂമറിക്കൽസ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഫെറിക്കൽ ലെൻസസിനെ പറ്റി പഠിക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ യു ഹാവ് ടു ബി തറോ വിത്ത് ദ മിറർ ഫോർമുല ഫോർ സ്ഫെറിക്കൽ മിറേഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്തായിരുന്നു എന്നൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. മിറർ ഫോർമുലയും കൂടെ റിവൈസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ മിറർ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ കേസിൽ 1/u + 1/v = 1/f, where u is the object distance, v is the image distance and f is the focal length of the mirror. ഓക്കെ, പിന്നെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റ് എത്രയാണ് മാഗ്നിഫൈഡ് ആയത് എന്നുള്ളതാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുന്നതെന്ന്. അപ്പോൾ magnification which is represented by m is the ratio of height of the image to the height of the object. Okay, height of the image hi എന്ന് എഴുതിയിട്ടുണ്ട്, height of the object ho എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ബുക്കിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന നൊട്ടേഷൻ h' OU ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വേണ്ടില്ല ന്യൂമറേറ്ററിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജും ഡിനോമിനേറ്ററിൽ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും. ഓക്കെ, അപ്പോൾ മാഗ്നിഫിക്കേഷൻ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് h'/ho ആണ്. പക്ഷേ നമുക്കതിനെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ആയിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരു സ്ഫെറിക്കൽ മിററിൻ്റെ കേസിൽ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു hi/ho ഓർ h'/ho which is also equal to v/u minus v/u minus very important. നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ കണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഓരോരോ കാര്യങ്ങളും അറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ നേച്ചർ ഓഫ് ദി ഇമേജ്, അതിൻ്റെ പൊസിഷൻ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ m is given by hi/ho which is also equal to -v/u. മൈനസ് ഉണ്ട് എന്നുള്ള കാര്യം മറന്നേക്കല്ല. -v/u where v is the image distance and u is the object distance. ഓക്കെ, പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് height of the image should be taken as positive for virtual and erect images. അതായത് ഇങ്ങനെ അത് മനസ്സിലാക്കി വെച്ചാൽ മതി. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ഹൈറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, ഹൈറ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജസ് ആയിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത് എബോവ് ദ പ്രിൻസിപ്പൽ ആക്സിസ് എവറിത്തിങ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്, റൈറ്റ്? പ്രിൻസിപ്പൽ ആക്സിസിന് മേലെയാണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം വെർച്വലും ഇറക്റ്റും ആണെന്നുണ്ടെങ്കിൽ വെർച്വൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇറക്റ്റ് ആയിരിക്കും, ഇറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇമേജ് വെർച്വൽ ആയിരിക്കും. ഓക്കെ, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്. സിമിലർലി റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, റിയൽ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ഇൻവേർട്ടഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് റിയൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഈസ് ടേക്കൺ ആസ് ഹൈറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് പോസിറ്റീവ്. അത് അങ്ങനെയേ വരുവുള്ളൂ, കാരണം നേരെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എബോവ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. എബോവ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പോസിറ്റീവ് ആണ്. അതേപോലെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ് ഫോർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജസ്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജസ് ആണെങ്കിൽ ഇൻവേർട്ടഡ് ആകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ, റൈറ്റ്? നോട്ട് നെസസറിലി ഡൗൺവേർഡ് ഡയറക്ഷൻ, പക്ഷേ എപ്പോഴും ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞിട്ട് ഇരിക്കുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് താഴെയാണ്. അപ്പോൾ ഇൻവേർട്ടഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു അത് റിയൽ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ
പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a negative sign in the value of magnification indicates that the image is real. See, അതിൻ്റെ ലോജിക്കും വളരെ സിമ്പിളാണ്. നമ്മുടെ മാഗ്നിഫിക്കേഷൻ എം എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഡാഷ് ഡിവൈഡഡ് ബൈ എച്ച് ഒ, റൈറ്റ് അല്ലേ? അപ്പം നമുക്ക് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിട്ട്, ഇഫ് യു ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് മാഗ്നിഫിക്കേഷൻ ആസ് നെഗറ്റീവ്, if you are getting the value of magnification as negative, അപ്പോൾ നമ്മളുടെ എച്ച് ഡാഷ് അല്ലെന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്താന്ന് നോക്കിക്കേ, നെഗറ്റീവ് എച്ച് ഒ അല്ലേ, നെഗറ്റീവ് ടൈംസ് എച്ച് ഒ. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നമുക്ക് എപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നമുക്ക് എപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. കാരണം എന്താ, നമ്മൾ ലെൻസിൻ്റെ ഫ്രണ്ടിലല്ലേ നമ്മളുടെ ഒബ്ജക്റ്റ് വെക്കുന്നത് അല്ലേ? ലെൻസ് കോൺവെക്സ് ആണെന്നുണ്ടെങ്കിലും കോൺകേവ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് കോൺവെക്സ് ആണെന്നുണ്ടെങ്കിലും ഇത് കോൺകേവ്, ഇത് കോൺവെക്സ് അല്ലേ? എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും വെക്കുന്നത് നമ്മുടെ മിററിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ മിററിൻ്റെ ഫ്രണ്ടിൽ പ്രിൻസിപ്പൽ ആക്സിസിന് മേലെയാണ് എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത്. മേലെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും എങ്ങനെയാണ്, നമ്മളുടെ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് പോസിറ്റീവ് ആണ് അല്ലേ? അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടാൻ പോവുക? ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവ് ആണെന്നാണ് കിട്ടാൻ പോകുന്നത്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിലല്ലേ ഈ പറയുന്ന ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവ് ആയത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഇമേജ് റിയൽ ആണ് എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് റിയൽ ആണ്. കൂടുതൽ ചിന്തിക്കാൻ ആഗ്രഹിക്കാത്തവർ ഇത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇമേജ് റിയൽ ആയിരിക്കും. റിയൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻവേർട്ടഡ് ആയിരിക്കും. സിമ്പിൾ അല്ലേ? അതേപോലെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി ഇമേജ് ഈസ് വെർച്വൽ. ഇമേജ് വെർച്വൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഇമേജ് ഇൻവേർട്ടഡും ആയിരിക്കും, ഇറക്റ്റും ആയിരിക്കും. വെർച്വൽ ആണെന്നുണ്ടെങ്കിൽ ഇറക്റ്റ്, നമ്മുടെ റിയൽ ആണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടഡ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഒന്നുകൂടി ഞാനതൊന്ന് എഴുതി കാണിക്കുമ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അത് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂമെറിക്കൽസ് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇമേജ് എന്തായിരിക്കും? റിയൽ ആയിരിക്കും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. റിയൽ ആണെങ്കിൽ അത് ഇൻവേർട്ടഡ് ആണ്. അതേപോലെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് എന്തായിരിക്കും? വെർച്വൽ ആൻഡ് എറക്റ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ റീസൺ ആണ് ഞാൻ മുമ്പേ എഴുതി കാണിച്ചത്. ഓക്കെ, കാരണം ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിന് മേലെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് നമ്മളുടെ മിറർ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലീനിയർ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ കോൺകേവ് മിറർ. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. ലീനിയർ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ, ഇപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് കോൺകേവ് മിററിൻ്റെ. ഓക്കെ, കോൺകേവ് മിററിൻ്റെ കാര്യമാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു ഇൻഫറൻസസ്, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് തന്നെ പറയുന്നത്, when image is magnified or enlarged, size of the image is greater than the size of the object. Okay, image is magnified or enlarged എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇമേജ് വലുതായെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല എന്താണ്? മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല m ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു -v/u. അതവിടെ ഇരിക്കട്ടെ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ എം നമുക്കൊരു വലിയ വാല്യൂ കിട്ടുവാണ്, 1ൻ്റെ മേലെയുള്ള വാല്യൂ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആദ്യത്തെ കേസിൽ m > 1 ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് hi ഈസ് ഗ്രേറ്റർ ദാൻ ho. ശരിയല്ലേ?
ഓക്കെ, അപ്പോൾ HI ഈസ് ഗ്രേറ്റർ ദാൻ HO എന്നുള്ളതാണ് M ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം. HI ഗ്രേറ്റർ ദാൻ HO എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഇസ് ഗ്രേറ്റർ ദാൻ ദ height of the object. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയല്ലോ. when image is magnified or enlarged, size of the image is greater than the size of the object. അല്ലെങ്കിൽ HI is greater than HO. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ when image is of the same size as that of the object. Image is of the same size as that of the object എന്ന് പറഞ്ഞാൽ height of the image is equal to height of the object എന്നല്ലേ? image is of the same size as that of the object എന്ന് പറഞ്ഞാൽ അങ്ങനെ HI is equal to HO ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് എന്ത് കിട്ടും? M is equal to magnification is equal to HI divided by HO. രണ്ടുകൂടെ ക്യാൻസൽ ആയി പോകും അല്ലേ? നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ when the image is of the same size as that of the object, we will be getting M is equal to 1. Okay, yeah. ഇനി മൂന്നാമത്തെ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ when image is smaller than the object. ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന്. ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ശരിയല്ലേ? അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ലെസ് ദാൻ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതാണെങ്കിൽ, ഇപ്പം സപ്പോസ് ചുമ്മാ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ന്യൂമറേറ്റർ 1ഉം ഡിനോമിനേറ്റർ 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5 അല്ലേ? 0.5, അതായത് 1നേക്കാൾ ചെറിയ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഫ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഇസ് ലെസ് ദാൻ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഒബ്വിയസ്ലി ദ മാഗ്നിഫിക്കേഷൻ വിൽ ബി ലെസ് ദാൻ 1. കറക്റ്റ്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? magnification of the image is less than 1. അപ്പോൾ ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ height of the image is less than height of the object and magnification is less than 1. ക്ലിയർ അല്ലേ? അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ നല്ല തറവായെന്ന് വിചാരിക്കുന്നു. height of the image divided by height of the object. The ratio of height of the image to height of the object ആണ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ്റെ അകത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് നെഗറ്റീവ് സൈനാണ് മാഗ്നിഫിക്കേഷന് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇമേജ് റിയലും ഇൻവേർട്ടഡും ആണെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ നമുക്ക് പോസിറ്റീവ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് വെർച്വലും ഇറക്റ്റും ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മാഗ്നിഫിക്കേഷൻ ഓഫ് കോൺകേവ് ലെൻസ് മാത്രമായിട്ട് എടുത്തിട്ട് 3 കേസും ഡിസ്കസ് ചെയ്തു. ആദ്യത്തെ കേസിൽ height of the image is greater than the height of the object ആണെങ്കിൽ magnification greater than 1. സെക്കൻഡ് കേസിൽ height of the image is equal to height of the object ആണെങ്കിൽ magnification is equal to 1. and if height of the image is less than height of the object, then magnification is less than 1. Okay, I hope that is clear for you. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺകേവ് മിററിൻ്റെ തന്നെ മാഗ്നിഫിക്കേഷൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെ, എന്നാലും ഒന്നും കൂടി ഒന്ന് തറവാക്കാണ്. കോൺകേവ് മിററിന് വേണ്ടിയിട്ട് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നതാണ്. കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കേസ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ കേസിലും നമുക്ക് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരുന്നു കിട്ടിയിരുന്നത്. ശരിയല്ലേ? നമ്മളുടെ ഒബ്ജക്റ്റ് ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയ്ക്ക് വയ്ക്കുന്ന കേസിൽ മാത്രമാണ് നമുക്ക് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ്, അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറക്റ്റ് തന്നെയാണ്. ഓക്കെ, ആ ഇമേജ് കിട്ടിയത് അല്ലേ? ബാക്കി എല്ലാ കേസിലും നമുക്ക് കിട്ടിയത് എങ്ങനെയായിരുന്നു? റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. നെഗറ്റീവ് ആയിരുന്നു നമ്മുടെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ, അല്ലെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജസ് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ബാക്കി എല്ലാ പൊസിഷനിലും നമ്മളുടെ ഈ പറയുന്ന കോൺകേവ് മിററിൻ്റെ കേസിൽ. അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് അല്ലെ മാഗ്നിഫിക്കേഷൻ വെച്ചിട്ട് നമുക്കത് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് നോക്കാം. when the image is real, it is inverted. ഞാൻ പറഞ്ഞു ഇമേജ് റിയൽ ആണെങ്കിൽ എൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ഇൻവേർട്ടഡ് ആണ്. ദാറ്റ് ഈസ് ദ ഇമേജ് ലൈസ് ബിലോ ദ പ്രിൻസിപ്പൽ ആക്സിസ്. നമ്മളുടെ ഇമേജ് അപ്പം പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ താഴെയായിരിക്കും ഫോം ചെയ്യുന്നത്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ താഴെയായിരിക്കും. therefore height of the image is negative.
ഹൈറ്റ് ഓഫ് ദ ഇമേജ് താഴെയാണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹൈറ്റ് നെഗറ്റീവ് അല്ലേ. ഹൈറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ആസ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഞാൻ പറഞ്ഞായിരുന്നു ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ m is equal to hi/ho which is equal to a negative. hi ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എം എടുക്കുമ്പോഴത്തേക്കും നെഗറ്റീവായിട്ട് കിട്ടും. കാരണം നെഗറ്റീവ് ഡിവൈഡഡ് ബൈ പോസിറ്റീവ്. എപ്പോഴും പോസിറ്റീവ് ആണല്ലോ. ഓക്കെ, പറഞ്ഞ കാര്യം തന്നെയാണ്. അത് പല രീതിയിൽ ഓരോ കേസ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് വി ക്യാൻ ഐഡൻറ്റിഫൈ വെദർ ദ ഇമേജ് ഈസ് റിയൽ ഓർ ഇൻവേർട്ടഡ് ഫ്രം ദ സൈൻ ഓഫ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, മാഗ്നിഫിക്കേഷൻ്റെ സൈനിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ഇമേജ് റിയൽ ആണോ ഇൻവേർട്ടഡ് ആണോ അതേപോലെ തന്നെ എൻലാർജ്ഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ഓക്കെ, ഇനി അടുത്തത് when the image is virtual, I told you it is erect. That is, the image lies above the principal axis. നമ്മൾ കണ്ടേക്കുന്ന എല്ലാ കേസിലും അത് ഇറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രിൻസിപ്പൽ ആക്സിസിന് മേലെയായിരുന്നു അല്ലേ. പ്രിൻസിപ്പൽ ആക്സിസിന് മേലെയായിരുന്നു താനും അത് വെർച്വലും ആയിരുന്നു. അപ്പോൾ വെർച്വൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇറക്റ്റ് ആണ്, ഇറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വെർച്വൽ ആണ്. ഇറക്റ്റിന് വേറെ പറയുന്ന പേരാണ് അപ്രൈറ്റ് എന്നും പറയും കേട്ടോ. ഇറക്റ്റിന് വേറെ നമ്മൾ റൈറ്റ് എന്നും പറയും. അപ്രൈറ്റ് ഓർ ഇറക്റ്റ് രണ്ടും ഒരേ കാര്യം തന്നെയാണ്. അപ്രൈറ്റ് എന്നും വേണേൽ പറയും, അല്ലെ ഇറക്റ്റ് എന്നും വേണേൽ പറയും. വേറെ ബുക്കിൻ്റെ അകത്തൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില കേസിൽ അവർ അപ്രൈറ്റ് എന്ന് എഴുതി വെച്ചേക്കുന്നതാണ്. അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറക്റ്റ് എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ when the image is virtual, the image is erect or it is erect. That is, the image lies above the principal axis. Therefore, height of the image hi is positive, as height of the image ho is always positive. So, magnification m is equal to positive. Okay, hope that much is clear for you. നമുക്കതൊന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുക എഴുതുവാണെങ്കിൽ ഇത്രേ ഉള്ളൂ. സിമ്പിൾ കാര്യമാണ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇമേജ് എന്തായിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇമേജ് എന്തായിരിക്കും? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. അപ്പോൾ മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല അനുസരിച്ചിട്ട് നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ ഈസ് ഓൾസോ ഈക്വൽ ടു -v/u വിച്ച് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ എപ്പോഴും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് പോസിറ്റീവ് തന്നെ ആയതുകൊണ്ട് ഹൈറ്റ് ഓഫ് ദി ഇമേജിൻ്റെ സൈൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ മാഗ്നിഫിക്കേഷൻ വരുന്നത്. അല്ല മാഗ്നിഫിക്കേഷൻ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും വെർച്വലാന്ന്. നെഗറ്റീവായിട്ട് കിട്ടിയാൽ അത് വെർച്വൽ അല്ല, എന്താ പറയുക, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ലീനിയർ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ് ബൈ കോൺവെക്സ് മിറർ ആണ്. ഇത്ര നേരം പറഞ്ഞത് കോൺകേവ് മിറർ. കോൺവെക്സ് മിററിൻ്റെ കേസിൽ നിങ്ങൾ കണ്ടായിരുന്നു, 2 കേസേ ഉള്ളായിരുന്നു അല്ലേ. 2 കേസേ ഉള്ളായിരുന്നു. ആ കേസുകളിൽ എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എല്ലാ കാര്യത്തിലും 2 കേസിലും നമുക്ക് കോൺവെക്സ് മിററിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ കിട്ടിയത്? വെർച്വൽ ആയിട്ടല്ല കിട്ടിയത്. അപ്പോൾ വെർച്വൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് ഇറക്റ്റ് ആയിരിക്കും എന്ന്. ഓക്കെ, വെർച്വൽ ആണെങ്കിൽ എന്താണ്? ഇറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി ഈ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ദ ഫോർമുല ഫോർ ലീനിയർ മാഗ്നിഫിക്കേഷൻ m ഫോർ എ കോൺവെക്സ് മിറർ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എ കോൺകേവ് മിറർ. എഗെയിൻ അതേപോലെ തന്നെ hi/ho വിച്ച് ഇസ് ഈക്വൽ ടു -v/u. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് സൈസ് എപ്പോഴും പോസിറ്റീവാണ്. ഇവിടെയും പോസിറ്റീവാണ്, കോൺകേവ് മിററിൻ്റെ കേസിലും പോസിറ്റീവാണ്. ആൻഡ് നോക്കിക്കേ എന്താ എഴുതിയിരിക്കുന്നതെന്ന്, ആസ് ദ ഇമേജ് ഈസ് ഓൾവേസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്, ഇമേജ് സൈസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, ഇമേജ് എപ്പോഴും നമ്മുടെ കേസിൽ ഞാനിപ്പോൾ പറഞ്ഞ് വായെടുത്തതേ ഉള്ളൂ. ഇമേജ് എപ്പോഴും നമ്മുടെ ഏതിലാണ്? കോൺവെക്സ് മിററിൻ്റെ കേസിൽ വെർച്വലും അതേപോലെ തന്നെ ഇറക്റ്റും ആയതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ എപ്പോഴും പോസിറ്റീവ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇമേജ് സൈസ് എപ്പോഴും പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ദെർഫോർ m ക്യാൻ ഹാവ് പോസിറ്റീവ് വാല്യൂസ് ഒൺലി. ഓക്കെ, അപ്പോൾ കോൺവെക്സ് മിററിൻ്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഹൗ ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എ പ്ലെയിൻ മിറർ, എ കോൺകേവ് മിറർ, എ കോൺവെക്സ് മിറർ വിത്തൗട്ട് ടച്ചിങ് ദം. തൊടാതെ അതൊരു പ്ലെയിൻ മിററാണോ കോൺകേവ് മിററാണോ കോൺവെക്സ് മിററാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം തന്നെ ഓരോരുത്തരുടെ മനസ്സിൽ വന്നതാണ് അതിങ്ങനെ തൊടാതെ നമുക്കറിയാൻ പറ്റുന്നതെന്ന്. വളരെ സിമ്പിളാണ്. അതിൻ്റെ ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റിയല്ലേ.
ഫസ്റ്റ് കേസ് നോക്കിക്കേ, പ്ലെയിൻ മിറർ. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മുഖം നോക്കുന്ന കണ്ണാടി, നോർമലി നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള നമ്മുടെ അലമാരിയിലൊക്കെ വെച്ചേക്കുന്ന കണ്ണാടി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷ് ബേസിൻ്റെ മുകളിലൊക്കെ വെച്ചേക്കുന്ന കണ്ണാടി. ഓക്കെ, സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ള കണ്ണാടി, അത് സാധാരണ പ്ലെയിൻ മിററാണ് യൂസ് ചെയ്യാറുള്ളത് അല്ലേ. ആ പ്ലെയിൻ മിററിൻ്റെ അകത്ത് നമ്മുടെ മുഖം, നമ്മുടെ ഫേസ് എങ്ങനെയാണ് കാണുന്നത്, നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയായിട്ടായിരിക്കും നമ്മുടെ ഫേസ് കാണുന്നത് അല്ലേ. ഓക്കെ, അത് വെർച്വലാണ്. പ്ലെയിൻ മിററിൽ എന്താ പറയുക, ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് എ വെർച്വൽ ഇമേജ്. അതായത് നമുക്ക് സ്ക്രീനിൽ കിട്ടില്ല പ്ലെയിൻ മിററിലുള്ള ഇമേജ്. ഓക്കെ, എന്തായാലും അത് നമ്മളിപ്പോൾ ഒത്തിരി ഡിസ്കസ് ചെയ്തുകൊണ്ട് വെർച്വൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വെർച്വൽ ഇമേജ് ആണ്. വെർച്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഇറക്റ്റും ആയിരിക്കും അല്ലേ. അത് അല്ലെങ്കിൽ തന്നെ നമ്മൾ കാണുന്ന നമ്മുടെ ഫേസ് ഇറക്റ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്, നേരെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്. ആൻഡ് ഓഫ് ദ സെയിം സൈസ് ആസ് അവർ ഫേസ്. നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കുന്നോ, അതിപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ വലുത്, ചെറുതാണെങ്കിൽ ചെറുത്, ഓവൽ ഷേപ്പാണെങ്കിൽ ആ ഷേപ്പ്, എങ്ങനെയാണോ നമ്മുടെ മുഖം ഉള്ളത് അതേ സൈസിൽ തന്നെ, എത്ര സൈസ് ഉണ്ടോ അതേ സൈസിൽ തന്നെയാണ് നമ്മൾ പ്ലെയിൻ മിററിൽ നമ്മുടെ ഇമേജ് കാണുന്നത്. ശരിയല്ലേ? ദാറ്റ് ഈസ് വി ലുക്ക് ആർ നോർമൽ സെൽഫ്. എന്താണോ നമ്മൾ, അതാണ് നമ്മൾ കണ്ണാടിക്കകത്ത് കാണുന്നത്. ഓക്കെ, നമ്മുടെ ലുക്ക് എങ്ങനെയാണോ അതാണ് നമ്മൾ പ്ലെയിൻ മിററിൽ കാണുന്നത്. ഇനി നമുക്ക് ബാക്കി രണ്ടെണ്ണം നോക്കാം. കോൺകേവ് മിറർ. കോൺകേവ് മിറർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് വരുന്നത് നോക്കാം. ഇറ്റ് പ്രൊഡ്യൂസസ് എ വെർച്വൽ, ഇറക്റ്റ് and magnified image of our face if we are keeping our concave mirror close to us. Okay, അതായത് കോൺകേവ് മിറർ ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ വെർച്വൽ ഇമേജ് ആണ്. വെർച്വൽ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്താണ്, ഇറക്റ്റ് ആയിരിക്കും. ഇനി വേറെ ഒരു സ്പെഷ്യാലിറ്റി നമ്മുടെ കോൺകേവ് മിററിനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് മാഗ്നിഫൈ ചെയ്താണ് നമ്മളുടെ ഇമേജ്. നമ്മുടെ മുഖം മാഗ്നിഫൈഡ് ആണ്. ഇത്ര ഉള്ളെന്നുണ്ടെങ്കിലും പക്ഷേ കോൺകേവ് മിററിലാണ് നോക്കുന്നുണ്ടെങ്കിൽ വലുതായിട്ട് തോന്നും. ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒത്തിരി അടുത്തേക്ക് വെച്ച് മുഖം വെച്ചിട്ട്, ഐ മീൻ ടു സേ മൊബൈൽ തൊട്ടടുത്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നതെന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. ഓക്കെ, അത് ആക്ച്വലി ലെൻസിൻ്റെ കാര്യമാണ്, ലെൻസാണ്, മിററല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. കോൺകേവ് മിറർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, എന്നാൽ മാഗ്നിഫൈഡും ആയിരിക്കും. ഓക്കെ, മാഗ്നിഫൈഡ് ഇമേജ് ആണ് നമുക്ക് കോൺകേവ് മിററിൻ്റെ കേസിൽ കിട്ടുന്നത്. അപ്പം നമ്മുടെ മുഖം വലുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ മിറർ എന്താണ്, കോൺകേവ് മിററാണ്. ഓക്കെ, കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഫോക്കസിൻ്റെ അകത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വെൻ ഹെൽഡ് വിത്തിൻ ഫോക്കസ് ഓഫ് മിറർ, നമ്മുടെ മുഖം മിററിൻ്റെ ഫോക്കസിൻ്റെ അകത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിലാണ് ഇതേപോലെ എൻലാർജ്ഡ് ഇമേജ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺവെക്സ് മിറർ. അപ്പോൾ ഇത് രണ്ടും പോലെ അല്ലായിരിക്കുമല്ലോ കോൺവെക്സ് മിറർ ബിഹേവ് ചെയ്യുന്നത്. കോൺവെക്സ് മിറർ പ്രൊഡ്യൂസസ് എ വെർച്വൽ ഇറക്റ്റ്. വെർച്വലും ഇറക്റ്റുമാണ് ഈ കേസിലും, ബട്ട് diminished image of our face, that is our face looks much smaller. നമ്മുടെ കോൺവെക്സ് മിറർ ആണെന്നുണ്ടെങ്കിലും വെർച്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറക്റ്റും ആണ്. പക്ഷേ നമ്മളുടെ മുഖത്തിൻ്റെ സൈസ് വളരെ ചെറുതാക്കിയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോൺവെക്സ് മിററിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം ചെറുതായിട്ട് കാണും. അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു കോൺവെക്സ് മിറേഴ്സ് ആണ് നമ്മുടെ കാറിൻ്റെ സൈഡ് വ്യൂ മിററിൽ ഉപയോഗിക്കുന്നതെന്ന്. അതിൻ്റെ റീസണും പറഞ്ഞായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ലാർജ് ഒബ്ജക്ട്സ് എല്ലാം നമുക്ക് ഈ കോൺവെക്സ് മിററിൻ്റെ അകത്ത് കാണാൻ പറ്റും. നമ്മുടെ എന്താ പറയുക, ഒരു ട്രീ മൊത്തമായിട്ട് ഒരു ആക്ടിവിറ്റിയും ചെയ്തില്ലായിരുന്നോ, ഒരു ട്രീ മൊത്തമായിട്ട് ഒരു മിററിൻ്റെ അകത്ത് കാണണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ മിറർ വേണോ, കോൺകേവ് മിറർ വേണോ, കോൺവെക്സ് മിറർ വേണോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഏതാ എടുത്തത്, കോൺവെക്സ് മിററിൽ. എന്ന് വെച്ചാൽ ആക്ടിവിറ്റി ചെയ്തപ്പോഴത്തേക്കും കോൺവെക്സ് മിററിൻ്റെ അകത്തല്ലായിരുന്നു ഫുൾ മരവും മൊത്തം അത്രയും നീളത്തിലുള്ള മരവും നമുക്ക് കാണാൻ പറ്റിയത്, ഇല്ലയോ? അപ്പോൾ അതായത് കോൺവെക്സ് മിററിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ സൈസ് ഡിമിനിഷ് ചെയ്ത് അതിൻ്റെ ഇമേജ് നമുക്ക് തരും. വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഇമേജിൻ്റെ സൈസും ഇമേജിൻ്റെ നേച്ചറും അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഏത് മിറർ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേ തൊടാതെ തന്നെ ഒരു പ്ലെയിൻ മിറർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ അതേപോലെ തന്നെ മിററിൻ്റെ അകത്ത് കാണാൻ പറ്റും. പിന്നെ കോൺകേവ് മിറർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം ഒന്നും കൂടി എൻലാർജ്ഡ് ആയിട്ട് കാണും. ഓക്കെ, പ്രൊവൈഡഡ് നമ്മൾ മിററിൻ്റെ ഫോക്കസിൻ്റെ അകത്താണ് നമ്മുടെ ഫേസ് വെച്ചേക്കുന്നത് എന്നുള്ളത് ഒരു കണ്ടീഷനാണ്. അതായത് അടുത്താണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഫോക്കസ് ടെക്നിക്കലി പറയുമ്പോൾ ഫോക്കസിൻ്റെയും എന്താ പറയുക പോളിൻ്റെ ഇടയ്ക്ക്, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോക്കസിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ
കോൺകേവ് മിററിൻ്റെ കേസിൽ എൻലാർജ്ഡ് ഇമേജ് കാണും. കോൺവെക്സ് മിററിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഡിമിനിഷ്ഡ് സൈസിലായിരിക്കും നമ്മുടെ ഇമേജ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതായത് കോൺവെക്സ് മിറർ നമ്മുടെ മുഖം എത്രയാണോ ആ സൈസിലും അല്ല, വലുതാക്കിയോ അല്ല, ചെറുതാക്കിയാണ് നമ്മളിൽ കാണിക്കുന്നത്. 3 കേസിലും വെർച്വലും ഇറക്റ്റുമാണ്. വെർച്വൽ ആണെങ്കിൽ ഇറക്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാവേ. നിങ്ങളുടെ ബുക്കിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന അതേ ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 170 എക്സാമ്പിൾ 10.1. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ്: എ കോൺവെക്സ് മിറർ ഈസ് യൂസ്ഡ് ഫോർ റിയർ വ്യൂ ഓൺ ആൻ ഓട്ടോമൊബൈൽ, ഹാസ് എ റേഡിയസ് ഓഫ് curvature of 3 meter. If a bus is located at 5 meter from this mirror, find the position, nature and size of the image. അപ്പോൾ നമുക്ക് പൊസിഷൻ, സൈസ്, നേച്ചർ ഇത് 3 ആണ് ആ ഇമേജിൻ്റെ ഇത് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്, കോൺവെക്സ് ലെൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ബസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് 5 meter ഫ്രം ദ മിറർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ എന്തൊക്കെയാണ് ഗിവൺ ക്വാണ്ടിറ്റീസ് ആദ്യം തന്നെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ കോൺവെക്സ് മിററാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ റേഡിയസ് ഓഫ് കർവേച്ചർ 3 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ 3 meter ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ റേഡിയസ് ബൈ 2 എന്ന് പറഞ്ഞാൽ 3/2 വിച്ച് ഇസ് 1.5 meter. ഓക്കെ, ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് അടുത്ത കൺസിഡറേഷൻ. റേഡിയസ് ഓഫ് കർവേച്ചർ നമ്മുടെ കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കോൺവെക്സ് മിറർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺവെക്സ് മിറർ ആണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, കോൺവെക്സ് മിറർ ആണെങ്കിൽ നമ്മുടെ ഫോക്കസ് ഈസ് ബിഹൈൻഡ് ദ മിറർ അല്ലേ? അപ്പോൾ ഫ്രം ദ പോൾ ഈ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ടുവേർഡ്സ് ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കൽ ലെങ്ത് ഫോർ ദ കോൺവെക്സ് മിറർ ഇറ്റ് ഈസ് പോസിറ്റീവ്. ഓക്കെ, ഫോക്കൽ ലെങ്ത് ഈസ് 1.5 meter. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഇഫ് എ ബസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് 5 meter ഫ്രം ദിസ് മിറർ, എന്ന് പറഞ്ഞാൽ ബസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മിററിൽ നിന്നും 5 meterലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മിററിൽ നിന്നും 5 meterൽ, അതായത് ഈ ഡയറക്ഷനിലല്ലേ വന്നേക്കുന്നത്, പോളിൽ നിന്നും ഈ ഡയറക്ഷനിലല്ലേ വന്നേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നേക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്രസെൻറ്റഡ് ബൈ യു ആൻഡ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഈ ഡയറക്ഷനിലാണെങ്കിൽ അത് നെഗറ്റീവ് ഡയറക്ഷനിലല്ലേ, നെഗറ്റീവ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത് 5 meter എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ യു ഈസ് ഈക്വൽ ടു -5 meter. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫോക്കൽ ലെങ്ത് കിട്ടി, നമുക്ക് എന്താ പറയുക ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും കിട്ടി. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ ബുക്കിൻ്റെ അകത്ത് നോക്കിക്കോളൂ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ മിറർ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിറർ ഫോർമുല എന്താണ്? വാട്ട് ഈസ് അവർ മിറർ ഫോർമുല? മിറർ ഫോർമുല ഈസ് 1/v പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 1/f ആണ് നമ്മുടെ മിറർ ഫോർമുല. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊസിഷൻ, നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കണം. സോ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൻ്റെ അകത്തുനിന്ന് 1/v ഈസ് ഈക്വൽ ടു 1/f മൈനസ് 1/u വിച്ച് ഇസ് ഈക്വൽ ടു 1/f നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 1.5 എന്നുള്ളത് മൈനസ് 1/, സൈൻ എല്ലാം അത് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് കറക്റ്റ് വാല്യൂസ് എടുത്ത് എഴുതണം കേട്ടോ. -5 ആണ് നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നമ്മളിത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് v നമുക്ക് കിട്ടും. എത്രയായിട്ട് കാൽക്കുലേഷനിൽ കിട്ടുന്നത്? 1.15 meter. പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇമേജ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 1.15 meter. അപ്പോൾ 1.15 meter ആണ് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ്, പോസിറ്റീവ് വാല്യൂ ആണ്. ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് വാല്യൂ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഫ്രം ദ പോൾ ഇമേജ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം വളരെ ക്ലിയർ ആണ്. ഇറ്റ് ഈസ് ദ ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ. ശരിയല്ലേ?
ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ ആണ് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ. ഇനി ആ ഇമേജ് ഡിസ്റ്റൻസ് കിട്ടി. ഇനി നമ്മൾ അറിയണം ആ ഇമേജ് വെർച്വൽ ആണോ അതോ ഇറക്റ്റ് ആണോ എന്നുള്ള കാര്യം കൂടി അറിയണം. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വെച്ചിട്ട് റിയൽ ആണോ ഇൻവേർട്ടഡ് ആണോ അതോ വെർച്വൽ ആണോ ഇറക്റ്റ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല എന്താ? എം ഈസ് ഈക്വൽ ടു എച്ച് ഡാഷ് ഡിവൈഡഡ് ബൈ എച്ച് ഒ, അല്ലെങ്കിൽ എച്ച് ഓഫ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് കൊടുത്തിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ നോക്കിക്കേ. ഒരു കാര്യവും നമ്മളോട് പറഞ്ഞിട്ടില്ല അല്ലേ. ഹൈറ്റ് ഓഫ് ദി ഇമേജും കൊടുത്തിട്ടില്ല, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്ക് ഒരു ഫോർമുലയും കൂടി ഉണ്ടല്ലോ മാഗ്നിഫിക്കേഷൻ്റെ തന്നെ. എന്താണ് ഫോർമുല? മൈനസ് വി ഡിവൈഡഡ് ബൈ യു അല്ലേ. നമ്മുടെ മിററിൻ്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് വി ബൈ യു ആണ്. നമ്മൾ വി ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, യു കൊടുത്തിട്ടുമുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് വിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1.15. യുവിൻ്റെ വാല്യൂ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ. യുടെ വാല്യൂ എന്താണ്? -5. ഓക്കെ, അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? -1.15 ഡിവൈഡഡ് ബൈ -5. വെൻ യു ആർ സിംപ്ലിഫൈങ് യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 0.23 പ്ലസ് 0.23 ആണ് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ കിട്ടുന്നത്. നോക്കിക്കേ, മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു പ്ലസ് 0.23. അതിൻ്റെ അർത്ഥം എന്താണ്? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ് മിററിൻ്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് എങ്ങനെയായിരിക്കും? ഇമേജ് യെസ്, വെരി റൈറ്റ്, വെരി കറക്റ്റ്. ഇമേജ് വെർച്വൽ ആയിരിക്കും. വെർച്വൽ ആണെങ്കിൽ ഒബ്വിയസ്ലി അത് ഇറക്റ്റ് ആയിരിക്കും അല്ലേ. അതേപോലെ തന്നെ 0.23 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മാഗ്നിഫിക്കേഷൻ എം ഈസ് ലെസ് ദാൻ 1 അല്ലേ. എം ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈസ് ലെസ് ദാൻ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് നമ്മളുടെ ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? നമ്മുടെ ഇമേജ് ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും. അതേപോലെ വെർച്വൽ ആയിരിക്കും, അതേപോലെ ഇറക്റ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാഗ്നിഫിക്കേഷൻ എം കോൺവെക്സ് മിററിൻ്റെ കേസിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇമേജ് ഈസ് വെർച്വൽ ആണെങ്കിൽ അത് ഇറക്റ്റ് ആയിരിക്കും, വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ആൻഡ് ഓൾസോ സിൻസ് ദ വാല്യൂ ഓഫ് എം ഈസ് ലെസ് ദാൻ 1, ദ ഇമേജ് ഈസ് ഡിമിനിഷ്ഡ് or it is small, diminished compared to that of the height of the object. Clear അല്ലേ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദ സൈൻ കൺവെൻഷൻ. ഓക്കെ, കൊടുത്തിരിക്കുന്ന വാല്യൂസ് കറക്റ്റായിട്ട് തന്നെ എടുക്കുക. for a convex mirror or for a concave mirror, aperture size ചെറുതാണെങ്കിൽ focal length radius of curvature by 2 ആണ്. പിന്നെ സൈൻ കൺവെൻഷൻ അനുസരിച്ചിട്ട് പോളിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന എല്ലാ ഡിസ്റ്റൻസസും പോസിറ്റീവ്, ഇപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവ് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദി ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നിങ്ങളുടെ ബുക്കിൻ്റെ അകത്ത് എക്സാമ്പിൾ 10.1 സോൾവ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എക്സാമ്പിൾ 10.2 നിങ്ങളുടെ ബുക്കിലത്തേത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് നോക്കാം. ആൻ ഒബ്ജക്റ്റ് 4 centimeter in size is placed at 25 centimeter in front of a concave mirror of focal length 15 centimeter. At what distance from the mirror should a screen be placed in order to obtain a sharp image? Find the nature and size of the image. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആൻ ഒബ്ജക്റ്റ് 4 centimeter in size. ഒബ്ജക്റ്റ് 4 centimeter in size എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഫസ്റ്റ് കൊടുത്തേക്കുന്നത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 4 centimeter ആണ് കൊടുത്തേക്കുന്നത്. നമുക്കതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. കാരണം ഒബ്ജക്റ്റ് എപ്പോഴും പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മേലെ വയ്ക്കുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുന്നത്, നമ്മുടെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ചിട്ട്. ഓക്കെ അല്ലേ? ഫൈൻ. പിന്നെ ഈസ് പ്ലേസ്ഡ് അറ്റ് 25 centimeter ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. കോൺകേവ് മിററാണ് പറഞ്ഞേക്കുന്നത്. കോൺകേവ് മിററിൻ്റെ
ഫ്രണ്ടിൽ ഇൻ ഫ്രണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്, ഫ്രണ്ടിൽ 25 സെൻറ്റിമീറ്ററിലാണ് ഈ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ ഈ പോളിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്കാണെന്നുണ്ടെങ്കിൽ അത് എന്ത് സൈൻ വരും? നെഗറ്റീവ് സൈൻ വരും അല്ലേ. 25 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും ഈ ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലായതുകൊണ്ട്, ഈ ഡയറക്ഷനിലായതുകൊണ്ട് നമ്മളതിനെ എന്തായിട്ട് എടുക്കുക? നെഗറ്റീവായിട്ട് എടുക്കുന്നത്. എപ്പോഴും ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ് ഇതെപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും, ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ടുവേർഡ്സ് ലെഫ്റ്റ് അല്ലെ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലായതുകൊണ്ട് മൈനസ്. ഓക്കെ, പിന്നെ ഓഫ് ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് കൊടുത്തിട്ടുണ്ട് 15 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ പോളും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്നറിയാം. അത് മെഷർ ചെയ്യുന്നത് പോളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഡയറക്ഷനിൽ. അപ്പോൾ അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് നമ്മൾ -15 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടു ഫൈൻഡ് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ടു ഫൈൻഡ് എന്താണ്? അടുത്ത സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ഷുഡ് എ സ്ക്രീൻ ബി പ്ലേസ്ഡ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എ ഷാർപ്പ് ഇമേജ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു സ്ക്രീൻ വെച്ചാൽ എവിടെയാണ് അത് പ്രോപ്പറായിട്ട് നമുക്ക് ആ സ്ക്രീനിൽ ഇമേജ് കിട്ടുന്നതെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഏതാണ് ഇമേജിൻ്റെ ഡിസ്റ്റൻസ് എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇമേജ് ഡിസ്റ്റൻസ് V ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ക്രീൻ വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് സ്ക്രീൻ വയ്ക്കുന്നത്? ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് ഫ്രം ദ പോളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഫൈൻഡ് ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദി ഇമേജ്. ഇത് എങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും എന്നുള്ളതും കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു പോയിന്റിൽ നിന്ന് ഡയറക്റ്റ്ലി അണ്ടർസ്റ്റുഡ് ആണ്, ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി അണ്ടർസ്റ്റുഡ് ആണ്. സ്ക്രീൻ എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആ ഇമേജ് റിയൽ ആയിരിക്കും എന്നല്ലേ അർത്ഥം. കാരണം നമ്മൾ പറഞ്ഞായിരുന്നു റിയൽ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു സ്ക്രീനിൽ നമുക്ക് ഇമേജ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിയൽ ഇമേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിയൽ ആണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ നമുക്കത് കാൽക്കുലേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അതേപോലെ തന്നെ റിയൽ ആണെങ്കിൽ എന്താണ്? ഇൻവേർട്ടഡും ആയിരിക്കും അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹൈറ്റ് ഗിവൺ ക്വാണ്ടിറ്റീസ് നമ്മൾ കണ്ടു. ഹൈറ്റും യുവും എഫും ആണ്. V നമുക്ക് കണ്ടുപിടിക്കണം. ആൻഡ് വി നോ 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. നമ്മുടെ മിറർ ഫോർമുല ഇതാണ്. 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. Okay, so from here 1/v is equal to 1/f minus 1/u, which is equal to 1/f എത്രയാണ്? -15 minus 1/u എത്രയാണ്? -25. ഓക്കെ, അപ്പോൾ 1/-15 minus 1/-25. അപ്പോൾ നമുക്ക് എന്ത് വരും? which is equal to 1/v is equal to 1/-15 plus 1/25 എന്ന് വരും. ആൻഡ് വെൻ യു ആർ സിംപ്ലിഫൈയിങ് നമുക്ക് വിയുടെ വാല്യൂ കിട്ടും. വിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് -37.5 സെൻറ്റിമീറ്റർ എന്നാണ്. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിയുടെ വാല്യൂ കിട്ടും. എന്താണ് വിയുടെ വാല്യൂ? വി ഈസ് ഈക്വൽ ടു -37.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഒന്ന് നോക്കിക്കേ, -37.5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മൈനസ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഡയറക്ഷനിൽ അല്ലേ. അപ്പം ഇൻ ദ സെയിം സൈഡ് ആസ് ദാറ്റ് ഓഫ് ദ മിറർ ആണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പം -37.5 സെൻറ്റിമീറ്റർ എന്നുള്ളത് കിട്ടി. ഇനി അവർ നേച്ചർ ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പോൾ നേച്ചർ ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് ഇനി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ മേലെ. M is equal to correct height of the image divided by height of the object, which is also equal to -v/u. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ വി കണ്ടുപിടിച്ചിട്ടുണ്ട്, യു ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ യു ഓൾറെഡി കൊടുത്തിട്ടുണ്ട് -25 എന്നുള്ളത്. സോ നമുക്ക് മാഗ്നിഫിക്കേഷൻ വളരെ ഈസി ആയിട്ട് കിട്ടും. സോ മൈനസ് ഓഫ് വി ഈസ് -37.5 ഡിവൈഡഡ് ബൈ യു കൊടുത്തേക്കുന്നത് -25 എന്നാണ്. സോ
25, and when you simplify you will be getting the value of magnification as m നമുക്ക് കിട്ടും. നമുക്ക് എം കിട്ടും, പക്ഷെ എം അല്ലല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരിക? HI ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ്റെ അകത്ത്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്താ കൊടുത്തേക്കുന്നത്? 4 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ HI ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു minus of minus is plus 37.5 divided by minus 25. So when you simplify you are getting the height of the image as height of the image നിങ്ങൾക്ക് കിട്ടും minus 6.0 centimeter എന്ന് കിട്ടി. height of the image നിങ്ങൾക്ക് എന്താ കിട്ടിയേ? minus 6.0 centimeter എന്ന് കിട്ടി. നോക്കിയാൽ height of the image minus 6.0 centimeter, height of the object 4 centimeter. ഇമേജിൻ്റെത് 6ഉം ഒബ്ജക്റ്റിൻ്റെത് 4ഉം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് എങ്ങനെയാണ്? എൻലാർജ്ഡ് അല്ലേ? ഒബ്ജക്റ്റിനെക്കാളും കൂടിയ ഹൈറ്റിൽ നമ്മുടെ ഇമേജിന് കിട്ടിയേക്കുന്നത്. ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ഉള്ളായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് എൻലാർജ്ഡ് ഇമേജ് ആണ് കിട്ടിയത്, കൂടിയ വാല്യൂ ആയതുകൊണ്ട്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഗോട്ട് എൻ എൻലാർജ്ഡ് ഇമേജ്. പിന്നെ നോക്കിക്കേ, നമുക്ക് കിട്ടിയേക്കുന്നത് നെഗറ്റീവ് സൈൻ ആണ് കിട്ടിയേക്കുന്നത് അല്ലേ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവ് സൈൻ ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബിലോ ദ പ്രിൻസിപ്പൽ ആക്സിസ് ആയിരിക്കും അല്ലേ? ബിലോ ദ പ്രിൻസിപ്പൽ ആക്സിസ് ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? കിട്ടുന്ന ഇമേജ് ഏത് ടൈപ്പ് ആയിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും, അതേപോലെ തന്നെ റിയലും ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ നോക്കിക്കാൻ നമുക്ക് മാഗ്നിഫിക്കേഷൻ വരാൻ പോകുന്നത് നെഗറ്റീവാണ്. ഇത് പോസിറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇമേജ് എന്നാണ് പറഞ്ഞത്? റിയലും ഇൻവേർട്ടഡും ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? റിയൽ ആയിരിക്കും എന്ന് കിട്ടി, ഇൻവേർട്ടഡ് ആയിരിക്കും എന്ന് കിട്ടി, എൻലാർജ്ഡ് ആയിരിക്കും എന്നും കിട്ടി. ഈ 37.5 സെൻറ്റിമീറ്ററിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ക്ലിയർ ആയിരുന്നു. കാരണം minus 37.5 ആണ്. -37.5 ആണെന്നുണ്ടെങ്കിൽ ഇമേജ് എന്തായാലും റിയൽ ആയിരിക്കും. ഓക്കെ, അത് എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻഫർ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ്റെ സൈനിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമേജിൻ്റെ ഹൈറ്റ് കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇമേജിൻ്റെ ഹൈറ്റ് കിട്ടിക്കഴിയുമ്പോൾ അത് എൻലാർജ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. 6 സെൻറ്റിമീറ്റർ ആണ് ഇമേജിൻ്റെ ഹൈറ്റ്, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് വെറും 4 സെൻറ്റിമീറ്റർ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമേജ് എൻലാർജ്ഡ് ആയിട്ട് കിട്ടി. മാഗ്നിഫിക്കേഷൻ വാല്യൂ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിയൽ ആയിരിക്കും, അതേപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിരിക്കും. ഏത് മിററാണ്? കോൺകേവ് മിററിൻ്റെ കേസിൽ. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് പേജ് നമ്പർ 171. നമുക്കൊന്ന് അത് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് മിറർ whose radius of curvature is 32 centimeter. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും? എന്താ തന്നേക്കുന്നത്? ഫോക്കൽ ലെങ്തിൻ്റെ അവിടെ എന്താ തന്നേക്കുന്നത്? കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ തന്നേക്കുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട് 32 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 32 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺവെക്സ് മിററാന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺവെക്സ് മിറർ ആണെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് അല്ലേ? കോൺവെക്സ് മിറർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസ് ഇവിടെയാണ് അല്ലേ? അതായത് ഈ ഡയറക്ഷനിലാണ്, പോസിറ്റീവ് ഡയറക്ഷനിലാണ്. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് റേഡിയസ് ഈസ് ഈക്വൽ ടു 2 times focus, right? Or focus is equal to radius divided by 2, which is equal to 32 divided by 2, which is equal to 16 centimeter. Okay, positive 16 centimeter. ശരിയല്ലേ? നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോൺകേവ് മിറർ produces 3 times magnified or enlarged real image of an object placed at 10 centimeter in front of it. വേർ ഈസ് ദ ഇമേജ് ലൊക്കേറ്റഡ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്തൊക്കെയാണ് തന്നേക്കുന്നത്? കോൺകേവ് മിററാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കോൺകേവ് മിററാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻ, കോൺകേവ് മിററാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നേക്കുന്നത്? 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് റിയൽ ഇമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ?
വെരി ഗുഡ്. റിയൽ ഇമേജ് ആണെങ്കിൽ നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്നറിയാം. അല്ലെ നെഗറ്റീവ് ആണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻഫർ ചെയ്യാൻ പറ്റുമായിരുന്നു റിയൽ ആണെന്നുള്ളത്. അപ്പോൾ നേരെ തിരിച്ചും പറ്റുമല്ലോ, ഇല്ലയോ? ഓക്കെ, അപ്പോൾ റിയൽ ഇമേജ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ -3 ഓഫ് ആൻ ഒബ്ജെക്റ്റ് പ്ലേസ്ഡ് അറ്റ് 10 centimeter in front of it. പ്ലേസ്ഡ് അറ്റ് 10 centimeter in front of it എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത് 10 centimeterലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പോളിൽ നിന്നും 10 centimeterലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, അതായത് യു എന്ന് പറയുന്നത് എത്രയാണ്? 10 centimeter. സൈൻ എന്താണ് വരുന്നത്? ഈ ഡയറക്ഷനിലാകുമ്പോൾ എല്ലാം നെഗറ്റീവ് അല്ലേ? ഈ ഡയറക്ഷനിൽ ടുവേർഡ്സ് റൈറ്റ് എല്ലാം പോസിറ്റീവ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഡയറക്ഷനിലെല്ലാം നെഗറ്റീവ്. യു -10 centimeter എന്നാണ് തന്നേക്കുന്നത്. വേർ ഈസ് ദ ഇമേജ് ലൊക്കേറ്റഡ്? നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഇമേജ് ലൊക്കേഷൻ വി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മിറർ ഫോമുല നമുക്കറിയാം. മിറർ ഫോമുല എന്താ? 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. ശരിയല്ലേ? അപ്പോൾ 1/v ഈസ് ഈക്വൽ ടു 1/f മൈനസ് 1/u. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും അറിയാം. ഫോക്കൽ ലെങ്തിൻ്റെ വാല്യൂ നമുക്ക് അറിയാവോ? ഇല്ല അല്ലേ? നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ ഫോമുലയ്ക്കകത്തുനിന്ന് കിട്ടിയല്ല, നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഫോമുല യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഫോമുല യൂസ് ചെയ്യുകയാണെങ്കിൽ വീണോ മാഗ്നിഫിക്കേഷൻ m is equal to height of the image divided by height of the object, which is also equal to -v/u, right? So from here, what is v? V is equal to -m into u, which is equal to m എത്രയാണ് കൊടുത്തേക്കുന്നത്? -3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റു ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ് കൊടുത്തേക്കുന്നത്? -10 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ -3 എന്ന് പറഞ്ഞാൽ +3, 3 ഇൻറ്റു -10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -30 സെൻറ്റിമീറ്റർ. സോ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് -30 centimeter എന്നാണ് കിട്ടുന്നത്. -30 centimeter എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? it will be the image will be produced in front of the mirror അല്ലേ? -30 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിററിൻ്റെ ഫ്രണ്ടിലായിരിക്കും നമുക്ക് കിട്ടുന്നത്, കാരണം നമുക്ക് നെഗറ്റീവ് സൈനാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, സോ -30 centimeter in front of the mirror. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് -3 ഇൻറ്റു -10 ആണ്, ഒരു നെഗറ്റീവ് സൈൻ കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് -30 centimeter. ക്ലിയർ? ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അത് റിഫ്രാക്ഷനെ പറ്റി ഉള്ള ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് നമുക്ക് ചില ഡെയിലി കേസസ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ തന്നെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൻ്റെ അകത്തൊരു സ്ട്രോ ഇടുമ്പോൾ സ്ട്രോ ഇച്ചിരി ബെൻഡ് ചെയ്തതായിട്ട് തോന്നും അല്ലേ? കറക്റ്റ്? അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ ടാങ്ക് കാണും. വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ ടാങ്കുകൾ കാണും അല്ലേ? ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നോക്കുമ്പം അതിൻ്റെ ആഴം എത്രയാണെന്നാണോ നമുക്ക് തോന്നുന്നത്? ആക്ച്വലി ഉള്ള അതിൻ്റെ ആഴത്തിനേക്കാളും വളരെ ചെറുതായിട്ടാണ് നമുക്ക് കണ്ണുകൊണ്ട് നോക്കുമ്പോഴത്തേക്കും തോന്നുന്നത് അല്ലേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ട് കാണും, ഇതിന് ഇത്ര അടി താഴ്ചയുണ്ട്, ഈ ടാങ്കിന് ഇത്ര അടി താഴ്ചയുണ്ട്, അല്ല ഈ മീൻ കുളത്തിൻ്റെ ഒക്കെ കാര്യമാണ് കൂടുതലും കേൾക്കാറുള്ളത്. ഇത്രയും താഴ്ചയുള്ള മീൻകുളമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർ പറയുന്ന അത്രയും ആഴം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ, നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും അവർ പറയുന്ന അത്ര ആഴം നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലേ? ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ കേസിലാണെങ്കിൽ പോലും സിമിലർ കാര്യം തന്നെയാണ്. നമുക്ക് തോന്നും വലിയ ആഴമൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് ഇറങ്ങി നീന്താനുള്ളതേ ഉള്ളതെന്ന്. പക്ഷെ ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ആഴം വളരെ കൂടുതലായിരിക്കും. മീൻസ് നമ്മൾ കാണുന്നതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ റീസൺ നമ്മുടെ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഈ കാണിച്ചേക്കുന്ന പടം തന്നെ, ആ സ്ട്രോ അതിൻ്റെ അകത്ത് ഒടിഞ്ഞിരിക്കുവാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ ബെൻഡ് ചെയ്തിട്ടുണ്ടോ? അതുമില്ല. പക്ഷേ നമ്മളുടെ ആ സ്ട്രോ നമുക്ക് ബെൻഡ് ചെയ്തതായിട്ടാണ് തോന്നുന്നത് അല്ലെ? അത് ബ്രോക്കൺ ആയിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ലൈറ്റ് ഓരോ മീഡിയത്തിലും ട്രാവൽ ചെയ്യുമ്പോൾ
ഒരേ സെയിം മീഡിയത്തിൽ കൂടിയാണ് പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റ് അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ട്രാവൽ ചെയ്തോളും. പക്ഷെ മീഡിയം മാറിക്കഴിയുമ്പോഴത്തേക്കും ഈ ലൈറ്റ് റേസ് കുറച്ച് വ്യത്യാസം കാണിക്കും. ഓക്കെ, മീഡിയം മാറിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സ്പീഡിൽ ചില വ്യത്യാസം കാണിക്കും. നമ്മുടെ ലൈറ്റ് മീഡിയം മാറുമ്പോൾ അങ്ങനെ സ്പീഡിൽ വ്യത്യാസം വരുന്നതിൻ്റെ ആ ഒരു ഫിനോമിനത്തിനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ വെൻ ലൈറ്റ് ട്രാവൽസ് ഒബ്ലീക്ലി ഫ്രം one transparent medium to another, it gets bent. This bending is called as refraction of light. അതൊരു വല്ലാത്തൊരു എക്സ്പ്ലനേഷൻ ആയിപ്പോയി അല്ലേ? ഓക്കെ, നമുക്കതിന് മുമ്പ് നമ്മുടെ ഈ ഒരു കാര്യം തന്നെ പറയാം. നമ്മുടെ സ്ട്രോ വെള്ളത്തിൻ്റെ അകത്ത് കിടക്കുന്ന കാര്യം തന്നെ പറയാം. അത് ലൈറ്റ് ആദ്യമേ ട്രാവൽ ചെയ്തത് എവിടെയാണ്? എയർക്കൂടെ അല്ലേ? എയർക്കൂടെ ട്രാവൽ ചെയ്തിട്ട് അത് വാട്ടറിലേക്ക് കയറി. വാട്ടറിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? വാട്ടറിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബേസിക്കലി എയർ എന്ന് പറയുന്നത് ഒരു റെയറർ മീഡിയമാണ്, അതേസമയം വാട്ടർ എന്ന് പറയുന്നത് ഒരു ഡെൻസർ മീഡിയമാണ്. ശരിയല്ലേ? ഒരു റെയറർ മീഡിയമാണ് എയർ എന്ന് പറയുന്നത്, ഡെൻസർ മീഡിയമാണ് വാട്ടർ എന്ന് പറയുന്നത്. അതായത് ഒപ്റ്റിക്കലി ഡെൻസറും ഒപ്റ്റിക്കലി ലെസ് ഡെൻസറും എന്നുള്ളതാണ് അതിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് നമ്മുടെ റേ ഓഫ് ലൈറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ മീഡിയം കുറച്ചും കൂടി ഡെൻസ് ആയതുകൊണ്ട്, അതായത് നമ്മുടെ വാട്ടർ കുറച്ചും കൂടി ഡെൻസ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നറിയാവുന്നേ? ഈ റേ ഓഫ് ലൈറ്റ് നോർമലിൻ്റെ അടുത്തേക്ക്, അതായത് ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം മാറിക്കഴിയുമ്പോഴത്തേക്കും അതിന് അതേ പാത്തിൽ തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ നോർമലിലേക്ക് ബെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ടുവേർഡ്സ് നോർമൽ അത് ബെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ.